ഹലോ എവരിവൺ, വെൽക്കം ടു എക്കണോമെട്രിക്സ് ലെക്ചർ സീരീസ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എക്കണോമെട്രിക്സിലെയും സ്റ്റാറ്റിക്സിലേക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ആണ് നോക്കുന്നത്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പോപ്പുലേഷൻ ആൻഡ് സാമ്പിൾ? സോ പോപ്പുലേഷൻ population refers to the entire set of individuals, units, or observation that are of interest in a particular study. It includes all possible observation that fit certain criteria, and the purpose of a study is often to make inference about this whole population. പോപ്പുലേഷൻ എന്ന് പറയുന്നത് നമ്മൾ സ്റ്റഡി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇന്ത്യർ ഗ്രൂപ്പിനെയാണ് നമ്മൾ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് എല്ലാ ഒബ്സർവേഷനും നമ്മൾ കൺസിഡർ ചെയ്യും. ഈച്ച് ആൻഡ് എവരി മെമ്പേഴ്സിനെ നമ്മൾ അതിൻ്റെ അകത്ത് കൺസിഡർ ചെയ്യും. ആൻഡ് നമ്മുടെ പർപ്പസ്, പലപ്പോഴും നമ്മുടെ സ്റ്റഡികളുടെ പർപ്പസ് എന്ന് പറയുന്നത് ഈ പോപ്പുലേഷനെ കുറിച്ചുള്ള ഇൻഫറൻസുകൾ മെയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ സ്റ്റഡിയുടെ പർപ്പസ് ആയിട്ട് വരുന്നത്. ഇനി അതിന് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, അതെന്താണെന്ന് നോക്കാം. ഒന്നാമത്തത് കോംപ്രിഹെൻസീവ് ആണ്. ദ പോപ്പുലേഷൻ ഇൻക്ലൂഡ്സ് എവറി മെമ്പർ ഓർ ഒബ്സർവേഷൻ ഇൻ എ ഗ്രൂപ്പ് യു ആർ സ്റ്റഡി. നമ്മൾ സ്റ്റഡി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എൻ്റെ ഒബ്സർവേഷൻസിനെയും അത് കൺസിഡർ ചെയ്യുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തത് പാരാമീറ്റേഴ്സ്. പോപ്പുലേഷൻ ഡാറ്റ ഈസ് യൂസ് ടു കാൽക്കുലേറ്റ് പോപ്പുലേഷൻ പാരാമീറ്റേഴ്സ് സച്ച് ആസ് മീൻ, വേരിയൻസ് ഓർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. മീനോ വേരിയൻസോ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷനോ അത്തരത്തിലുള്ള പോപ്പുലേഷൻ പാരാമീറ്റേഴ്സ് നമ്മൾ പോപ്പുലേഷൻ ഡാറ്റ ഉപയോഗിച്ചാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അടുത്തത് അതൊരു ഫിക്സഡ് ആയിരിക്കും. ദ പോപ്പുലേഷൻ ഈസ് ടിപ്പിക്കലി ഡിഫൈൻഡ് ഇൻ അഡ്വാൻസ് ഓർ റിമെയിൻസ് കോൺസ്റ്റന്റ്. അത് കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. അതുപോലെ ഡാറ്റ അവൈലബിലിറ്റി. ഇൻ പ്രാക്ടീസ് ദ പോപ്പുലേഷൻ ഈസ് ഓഫൺ ടു ലാർജ് ടു കളക്ട് ഡാറ്റ ഫ്രം എവറി മെമ്പർ. നമുക്ക് ഓരോ മെമ്പറിന്റെ അടുത്തുനിന്നും ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട് പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. സോ ഡാറ്റയുടെ അവൈലബിലിറ്റി ഒരു പ്രശ്നമാണ് അതിൻ്റെ അകത്ത്. നമുക്ക് പോപ്പുലേഷൻ്റെ ഒരു ഉദാഹരണം കാണാം. ദ പോപ്പുലേഷൻ ഓഫ് ഓൾ ഇന്ത്യൻ അഡൽട്സ്. ഇഫ് യു ആർ സ്റ്റഡിങ് ദ ആവറേജ് ഇൻകം ഓഫ് ഓൾ അഡൽട്സ് ഇൻ ഇന്ത്യ, യുവർ പോപ്പുലേഷൻ ഇൻക്ലൂഡ്സ് എവറി അഡൽട്ട് ഇൻ ദ കൺട്രി. നമ്മുടെ രാജ്യത്തെ ഓരോ അഡൽട്ടിനെയും നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു പോപ്പുലേഷൻ ആയിട്ട് മാറും. The population of all firms in a country. If you are studying the corporate profitability, the population would be every firm in the country. നമ്മൾ കൺസിഡർ ചെയ്യുന്നത് രാജ്യത്തിന്റെ ഫേമിനെ കുറിച്ചാണ് പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആ രാജ്യത്തിലെ എല്ലാ ഫേംസിനെയും കൺസിഡർ ചെയ്യുന്ന ആ ഒരു സെറ്റിനെയാണ് നമ്മൾ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് സാമ്പിൾ എന്താണെന്ന് നോക്കാം. A sample is a subset of a population. It is a smaller group selected from the population that is meant to represent the larger population. സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ട പോപ്പുലേഷന്റെ ഒരു സബ്സെറ്റ് ആണ്. അതിനൊരു പ്രത്യേകതയുണ്ട്. അത് ഈ പറയുന്ന ലാർജർ പോപ്പുലേഷന്റെ ഒരു റെപ്രസെന്റേറ്റീവ് സെറ്റ് ആണ് ഈ പറയുന്ന സാമ്പിൾ എന്ന് പറയുന്നത്. ദി ഗോൾ ഓഫ് യൂസിങ് എ സാമ്പിൾ ഈസ് ടു മേക്ക് ഇൻഫറൻസ് അബൌട്ട് ദ പോപ്പുലേഷൻ വിതൗട്ട് എ നീഡ് ടു സ്റ്റഡി ദി എൻറ്റയർ പോപ്പുലേഷൻ. നമ്മൾ എന്താ സാമ്പിൾ എടുക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ അതിന്റെ ഗോൾ എന്താന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ പോപ്പുലേഷനെ കുറിച്ച്, ആ പോപ്പുലേഷൻ അത്രയും വലുതായതുകൊണ്ട് മൊത്തത്തിൽ കൺസിഡർ ചെയ്ത് പഠിക്കാനായിട്ടുള്ള പ്രായോഗികമായ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഒരു സാമ്പിൾ എടുത്ത് ആ സാമ്പിളിൽ നിന്ന് പോപ്പുലേഷനെ കുറിച്ചുള്ള ഇൻഫറൻസിനെ മേക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് അതിന്റെ പിന്നാമ്പുറ കഥ. സോ അതിന്റെ പിന്നിലെ പ്രോസസ് അതാണ്. ഇനി അതിന്റെ കീ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ, സബ്സെറ്റ്. എ സാമ്പിൾ കൺസിസ്റ്റ് ഓഫ് എ സ്മാളർ മാനേജബിൾ ഗ്രൂപ്പ് ടേക്കൺ ഫ്രം എ ലാർജർ പോപ്പുലേഷൻ. ഒരു ലാർജർ പോപ്പുലേഷനിൽ നിന്ന് ഒരു സ്മാളർ സബ്സെറ്റ് ആണ് സാമ്പിൾ എന്ന് പറയുന്നത്. അടുത്തത് സാമ്പിൾ ഡാറ്റ ഈസ് യൂസ് ടു കാൽക്കുലേറ്റ് സാമ്പിൾ സ്റ്റാറ്റിക്സ് സച്ച് ആസ് മീൻ, വേരിയൻസ് ഓർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. നമ്മൾ നേരത്തെ പോപ്പുലേഷന്റെ കേസിൽ പോപ്പുലേഷൻ പാരാമീറ്ററിനെ പോപ്പുലേഷൻ ഡാറ്റ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്തതുപോലെ സാമ്പിളിന്റെ കേസിൽ പോപ്പുലേഷന്റെ സാമ്പിൾ കൗണ്ടർ പാർട്ടാണ്, അല്ലെങ്കിൽ പാരാമീറ്ററിന്റെ സാമ്പിൾ കൗണ്ടർ പാർട്ടാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. സോ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അടുത്ത റാൻഡംനെസ് ആണ്. ടു എൻഷുർ ദ സാമ്പിൾ ഈസ് ആക്യുറേറ്റ്ലി റെപ്രസെന്റിങ് ദ പോപ്പുലേഷൻ, ഇറ്റ് ഈസ് ഓഫൺ സെലക്ടഡ് റാൻഡംലി. നമ്മൾ റാൻഡം ആയിട്ടാണ് ഈ സാമ്പിളിനെ സെലക്ട് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ അവിടെ അതൊരു ബയാസ് ഒഴിവാക്കി നമുക്ക് കിട്ടത്തുള്ളൂ. അടുത്ത ഡാറ്റ കളക്ഷൻ ആണ്. സാമ്പിൾസ് ആർ യൂസ്ഡ് വെൻ ഇറ്റ്സ് ഇംപ്രാക്ടിക്കൽ ഓർ ഇമ്പോസിബിൾ ടു കളക്ട് ഡാറ്റ ഫ്രം എൻറ്റയർ പോപ്പുലേഷൻ. നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്തത് ഇന്ത്യയിലെ എല്ലാ അഡൽട്ടിന്റെയും ഡാറ്റയായിരുന്നു. പക്ഷെ എല്ലാ അഡൽട്ടിനെയും പോയി പഠിക്കുക എന്നുള്ളത് പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. സോ നമ്മൾ ആ ഒരു കേസിൽ സാമ്പിൾ യൂസ് ചെയ്യും. സാമ്പിളിന്റെ ഒരു എക്സാമ്പിൾ ആണ് സാമ്പിൾ ഓഫ് 1000 ഇന്ത്യൻ അഡൽട്സ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പം ഇന്ത്യയിലെ അഡൽട്സിനെ മൊത്തം പഠിക്കാനായിട്ട് പോയാൽ എത്ര കോടിക്കണക്കിന് ആൾക്കാരെ പഠിക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ അവരുടെ അടുത്ത് എത്തിപ്പെടേണ്ടതായിട്ട് വരും. അപ്പൊ അതിൽ നമുക്ക് ഒരുപാട് ബർഡൻ ആണ്. നമുക്ക് അതിനുള്ള സമയം കിട്ടത്തില്ല, അതിനുള്ള കോസ്റ്റ് കൂടുതലാണ്, എല്ലാരെയും പോയി കാണാനായിട്ട് നമ്മുടെ ടൈം ഇല്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. സോ വി വിൽ ടേക്ക് എ സാമ്പിൾ.
suppose if you are studying the average income of Indian adults, you might select a random sample of 1,000 adults instead of surveying every adult in the country. ഓരോ അഡൽട്ടിനെയും പോയി പഠിക്കുന്നതിന് വരെ ഞാൻ റാൻഡം ആയിട്ട് 1,000 അഡൽട്ടിനെ എടുത്തു. അത് ഞാൻ ഒരു ഏരിയയിൽ നിന്നല്ല, പല ഏരിയകളിൽ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിൽ നിന്നായിട്ട് 1,000 അഡൽട്ടിനെ എടുത്തു. സോ അതിനെയാണ് ഒരു സാമ്പിൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സാമ്പിൾ ഓഫ് 500 firms. If you are studying the corporate profitability, you may choose a random sample of 500 firms to represent the entire population. നമ്മൾ ആ ഒരു പോപ്പുലേഷന്റെ ഒരു സബ്സെറ്റ്, അതാണ് സാമ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അടുത്തത് ഈ ഒരു ഫിഗറിൽ നിന്ന് നമുക്ക് പോപ്പുലേഷൻ സാമ്പിളും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാം. ആ ലാർജർ യൂണിറ്റ് ആണ് പോപ്പുലേഷൻ. ആ പോപ്പുലേഷൻ്റെ അകത്തുനിന്ന് ഒരു സ്മോൾ യൂണിറ്റിനെ എടുക്കുമ്പോൾ അതൊരു സാമ്പിളായിട്ട് മാറുന്നു. വൈ യൂസ് എ സാമ്പിൾ? എന്താണ് സാമ്പിളിന്റെ ഒരു സാങ്കേതികത, അല്ലെങ്കിൽ എന്തിനാണ് സാമ്പിൾ യൂസ് ചെയ്യുന്നത്? ഒന്നാമത്തെ പ്രാക്ടിക്കാലിറ്റി. ഇറ്റ് ഈസ് ഓഫൺ ഇംപ്രാക്ടിക്കൽ ഓർ ഇമ്പോസിബിൾ ടു കളക്ട് ഡാറ്റ ഫ്രം ആൻ എൻറ്റയർ പോപ്പുലേഷൻ, എസ്പെഷ്യലി ഇഫ് ദ പോപ്പുലേഷൻ ഈസ് വെരി ലാർജ് ഓർ ഇൻഫൈനൈറ്റ്. നമുക്ക് ഒരു പോപ്പുലേഷൻ വളരെ വലുതാവുമ്പോൾ, നേരത്തെ നമ്മൾ ഇന്ത്യയുടെ പോപ്പുലേഷൻ കേസിനെ പറ്റി പറഞ്ഞതുപോലെ പോപ്പുലേഷൻ വളരെ വലുതാവുമ്പോൾ നമുക്ക് പ്രാക്ടിക്കലി ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു കളക്ട് ഡാറ്റ ഫ്രം ഈച്ച് ആൻഡ് എവറി യൂണിറ്റ്. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ പോപ്പുലേഷനായിട്ട് എടുത്തത് ഓൾ ഹ്യൂമൻസ് ദാറ്റ് എവർ ലിവ്, ഒരു മനുഷ്യരാശിയെ കുറിച്ചുള്ള ഒരിതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് ഈ പറയുന്ന എല്ലാവരെയും പോയി പഠിക്കുക എന്നുള്ളത് ഭയങ്കര പ്രയാസകരമായിട്ടൊക്കെ കയറി വരും. സോ അതാണ് അതിന്റെ അന്നേരം നമ്മളൊരു സാമ്പിൾ എടുക്കും. ഒരു സാമ്പിൾ എടുക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഈ പോപ്പുലേഷനെ കുറിച്ച് നമുക്ക് ആ സാമ്പിളിന്റെ അടിസ്ഥാനത്തിൽ പഠിക്കാനായിട്ട് സാധിക്കുന്നു. അടുത്ത കോസ്റ്റ് ആൻഡ് ടൈം. കളക്ടിങ് ഡാറ്റ ഫ്രം എൻറ്റയർ പോപ്പുലേഷൻ ക്യാൻ ബി കോസ്റ്റ്ലി ആൻഡ് കൺസ്യൂമിങ്. എ സാമ്പിൾ അലൗസ് ഫോർ എ ക്വിക്കർ ആൻഡ് ലെസ് എക്സ്പെൻസീവ് ഡാറ്റ കളക്ഷൻ. എല്ലാവരെയും പോയി പഠിക്കാനായിട്ട് പോകുന്നതിന് അതിനായിട്ടുള്ള ചെലവുണ്ട്, അതിന് സമയനഷ്ടമാണ്, അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. പക്ഷേ നമ്മൾ ഒരു സാമ്പിളിനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് രണ്ടും പരിഹരിക്കാനായിട്ട് സാധിക്കും. സോ അതുകൊണ്ടാണ് നമ്മൾ ഒരു സാമ്പിളിനെ സെലക്ട് ചെയ്യുന്നത്. അടുത്തത് ഒരു ഡിഫറൻസ് ആണ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പാരാമീറ്റർ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്? Population parameters. These are numerical characteristics of a population. Commonly, population parameters include population mean, population variance, and population standard deviation. അതായത് പോപ്പുലേഷൻ പാരാമീറ്റർ എന്ന് പറയുന്നത് ഈ പറയുന്ന പോപ്പുലേഷന്റെ ന്യൂമറിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിനെ പറയുന്ന പേരാണ് പോപ്പുലേഷൻ പാരാമീറ്റർ. ഇനി നേരെ തിരിച്ച് സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്സ് വന്നാൽ ദേ ആർ ന്യൂമറിക്കൽ ക്യാരക്ടറിസ്റ്റിക് ഓഫ് സാമ്പിൾ കാൽക്കുലേറ്റഡ് യൂസിങ് ദ ഡാറ്റ ഫ്രം സാമ്പിൾ. അതായത് ഈ പോപ്പുലേഷൻ പാരാമീറ്ററിന് തത്തുല്യമായിട്ട് സാമ്പിളിലുള്ള ഇതിനെയാണ് നമ്മൾ സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. പോപ്പുലേഷൻ പാരാമീറ്ററിന്റെ കൗണ്ടർ പാർട്ട് ഇൻ ദ സാമ്പിൾ, അതിനെയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത്. കോമൺ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് സാമ്പിൾ മീന്, സാമ്പിൾ വേരിയൻസ്, സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പൊ നമ്മൾ എന്താ ആക്ച്വലി ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു സാമ്പിൾ മീൻ കളക്ട് ചെയ്തിട്ട് ആ സാമ്പിൾ മീനിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പോപ്പുലേഷൻ മീനിനെ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അതാണ് നമ്മൾ ചെയ്യുന്നത്. അടുത്ത നമുക്ക് ഒരു ടേബിൾ രൂപത്തിൽ ഇതിന്റെ ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ അതിന്റെ ഒരു ഇത് നമുക്ക് മനസ്സിലാക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഡെഫിനിഷൻ. A population is the entire group of interest in a study, whereas a sample is a subset of a population. Size, typically larger or infinite size in the case of population, and in case of sample it will be always smaller than the population. Parameters. Population parameters എന്ന് പറയുന്നത് പോപ്പുലേഷൻ ഡാറ്റയിൽ നിന്ന് ഡെറൈവ് ചെയ്യുന്നതാണ്. അതിന്റെ എക്സാമ്പിൾ ആയിട്ട് പോപ്പുലേഷൻ മീന്, പോപ്പുലേഷൻ വേരിയൻസ്. സിമിലർലി സാമ്പിളിൽ നിന്ന് കിട്ടുന്നതാണ് സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്സ്. സാമ്പിൾ മീനും സാമ്പിൾ വേരിയൻസും ആണ് ഉദാഹരണം. പിന്നെ ഡാറ്റ കളക്ഷൻ. യൂഷ്വലി ഇംപ്രാക്ടിക്കൽ ഓർ ഇമ്പോസിബിൾ ടു കളക്ട് ഈച്ച് ആൻഡ് എവറി യൂണിറ്റ്. പക്ഷേ സാമ്പിളിന്റെ കേസിലാണെങ്കിൽ അത് നമുക്ക് പ്രാക്ടിക്കലാണ്. നമുക്ക് ഒരു സബ്സെറ്റിനെ എടുത്ത് ആ സബ്സെറ്റിന്റെ ഡാറ്റ മൊത്തം കളക്ട് ചെയ്യുന്ന പ്രാക്ടിക്കലാണ്. ഇനി പർപ്പസ്, ദ ഗോൾ ഈസ് ടു അണ്ടർസ്റ്റാൻഡ് ദ എൻറ്റയർ പോപ്പുലേഷൻ. സാമ്പിളിന്റെ ആണ് ഗോൾ ഈസ് ടു എസ്റ്റിമേറ്റ് പോപ്പുലേഷൻ പാരാമീറ്റർ. നമുക്ക് സാമ്പിളിൽ അവിടുത്തെ നമ്മുടെ എയിം എന്ന് വെച്ചാൽ പോപ്പുലേഷൻ പാരാമീറ്ററിനെ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നു, അല്ലെ പോപ്പുലേഷൻ പാരാമീറ്റേഴ്സിനെ കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നു. അതാണ് നമ്മുടെ എയിം. നമ്മളതിന്റെ ഉദാഹരണങ്ങൾ കണ്ടതാണ്. സോ നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു.